ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള യേശുവും സ്വന്തക്കാരും എന്ന വചനഭാഗമാണ്. ഇന്നത്തെ വചനഭാഗത്തിലൂടെ യേശുവിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയാണ് സുവിശേഷകൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ കുടുംബ പശ്ചാത്തലമോ വംശാവലിയോ ജനനത്തെ സംബന്ധിക്കുന്ന വിവരണങ്ങളോ നൽകുന്നില്ല. പിൽക്കാല രചനയായ യേശുവിൻ്റെ ബാല്യകാല വിവരണവും നൽകുന്നില്ല. എന്നാൽ വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ പരസ്യജീവിത ആരംഭം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ആഹാരം കഴിക്കാൻ പോലും സമയം ലഭിക്കാതെ മറ്റുള്ളവരെ ഉദാരമായി ശുശ്രൂഷിക്കുന്ന യേശുവിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് 2 പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ഒന്നാമതായി, സ്വന്തക്കാരിൽ നിന്നുള്ള പ്രതികരണം. യേശുവിന് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാകും എന്നാണ് അവർ ചിന്തിക്കുന്നത്. രണ്ടാമതായി, നിയമജ്ഞരിൽ നിന്നുള്ള പ്രതികരണം. യേശു പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഈ 2 പ്രതികരണങ്ങളും യേശുവിൻ്റെ വ്യക്തിത്വം ശരിയായി മനസ്സിലാക്കാത്തവരുടെ വികലമായ ചിന്തകളാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഈ 2 പ്രതികരണങ്ങളിൽ ആദ്യത്തേത് യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. യേശുവിനെ സംബന്ധിക്കുന്ന ഒരു വ്യാജ പ്രസ്താവനയാണിത്. ഇത് മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും, അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്ന ഗണത്തിൽപ്പെടുന്നു. ഇവിടെ യേശുവിനെ ദൂഷണം പറയുന്നവർ അവരുടെ അജ്ഞതയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതിൽ കുറേ സഹതാപവും അവരുടെ തന്നെ സംശയവുമുണ്ട്. യേശുവിനോടുള്ള ആത്മാർത്ഥതയാണ് ഇവിടെ നിഴലിച്ചു നിൽക്കുന്നത്. എന്നാൽ ആ ആത്മാർത്ഥത തെറ്റായ വഴിയിൽ ആണെന്ന് മാത്രം. അത്തരം പാപങ്ങൾ ക്ഷമിക്കപ്പെടും. രണ്ടാമത്തെ പ്രതികരണം, യേശു പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതാണ്. ഈ പ്രതികരണത്തിൽ ആത്മാർത്ഥതയുടെ അംശമോ സഹതാപമോ ഇല്ല എന്ന് മാത്രമല്ല, യേശുവിന് അപകടകാരിയും ദൈവവിരുദ്ധനുമായി കാണുന്നു. അതുകൊണ്ട് തന്നെ വെറുക്കപ്പെടേണ്ടവനും ഒഴിവാക്കപ്പെടേണ്ടവനുമാണെന്ന് വ്യക്തമാക്കുന്നു. അത്തരം പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് യേശുവും വ്യക്തമാക്കുന്നുണ്ട്. യേശുവിൻ്റെ സ്വന്തക്കാരുടെയും പരിസേയരുടെയും പ്രതികരണം 2 രീതിയിലാണെങ്കിലും സമാനതകൾ കാണാൻ കഴിയും. 2 കൂട്ടരുടെയും ഉദ്ദേശ്യം യേശുവിനെ രക്ഷാകര ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. യേശുവിന് ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. യേശുവിൻ്റെ ദൗത്യത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഏറ്റവും വർണ്ണാഭമായ ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്വയം മറന്ന് തന്നെ തേടി വരുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന യേശു. ഈ ചിത്രം യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്കും യേശു പ്രതിനിധാനം ചെയ്യുന്ന ആധ്യാത്മികതയിലേക്കും വെളിച്ചം വീശുന്നു. യേശു കർമ്മനിരതനായ രക്ഷകനാണെന്ന് വ്യക്തമാക്കുന്നു. ആവശ്യക്കാരെ ജനങ്ങളിൽ നിന്ന് അകന്ന് പ്രാർത്ഥനയിലോ തപസ്സിലോ മുഴുകിയിരിക്കുന്ന ആത്മീയ ഗുരുവല്ല യേശു. അവിടുന്ന് ആവശ്യക്കാരുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നു. അവരുടെ ആവശ്യങ്ങൾ തൻ്റെ ആവശ്യങ്ങളായി മാറുന്നു. അവരെ ശുശ്രൂഷിക്കുന്നു, സൗഖ്യം നൽകുന്നു, അവരെ പഠിപ്പിക്കുന്നു. ആവശ്യക്കാരുടെ ബാഹുല്യം നിമിത്തം യേശുവിന് ഭക്ഷിക്കുവാൻ പോലും സമയം ലഭിക്കുന്നില്ല. ഇവിടെ ശിഷ്യരെ തേടി യേശുവും രോഗശാന്തി തേടി സാധാരണ ജനങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്നാണ് വിശുദ്ധ മർക്കോസ് പറഞ്ഞിരിക്കുന്നത്. എല്ലാറ്റിനുപരിയായി യേശുവിന് സാധാരണ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ജനസമ്മതിയാണ് പ്രധാനം. ഈ സാഹചര്യത്തിലാണ് സ്വന്തക്കാർ വന്ന് ബലമായി യേശുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നത്. യേശുവിൻ്റെ ജനസമ്മതി ഇന്നത്തെ തിരുവചന ഭാഗത്ത് ഏറെ ശ്രദ്ധേയമാണ്. യേശുവിന് അല്പം പോലും വിശ്രമിക്കാൻ കഴിയാത്ത വിധം ജനങ്ങൾ യേശുവിൻ്റെ സഹായം തേടിക്കൊണ്ടിരുന്നു എന്ന് സ്പഷ്ടമാക്കുന്നു. യേശുവിനെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് അത്രമാത്രം മതിപ്പുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ ജനവികാരത്തിന് ഘടകവിരുദ്ധമായ പ്രതികരണമാണ് യേശുവിൻ്റെ സ്വന്തക്കാരിൽ നിന്നുണ്ടാകുന്നത്. യേശുവിനെതിരായ പരാമർശങ്ങളാകാം അവർ വിശ്വസിച്ചത്. ആയതിനാലാണ് യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അവർ വിശ്വസിക്കുന്നതും യേശുവിനെ പിടിച്ചുകൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്നതും. അദ്വിതീയനായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു നസറത്തിലെ യേശു. അവിടുത്തെ പ്രബോധനങ്ങൾ മനുഷ്യഹൃദയങ്ങളെ ചലിപ്പിക്കുന്നവയായിരുന്നു.
നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് യേശു പഠിപ്പിച്ചത്. ഇതുപോലെ ആരും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ജനം സാക്ഷിക്കുന്നു. യേശുവിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരവും വിസ്മയാവകവുമാണ്. ഇതാ, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് ജനം പ്രകീർത്തിക്കത്തക്ക വിധം അതുല്യ പ്രവൃത്തികളാണ് ക്രിസ്തു നിർവഹിച്ചത്. യേശുവിൻ്റെ പ്രവൃത്തികളുടെ ആഴം മനസ്സിലാക്കി രക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാൻ അവിടുന്ന് ലോകരക്ഷകനാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.